ശ്ലോകം 9. ഭൗമാപാകൃതകുണ്ടലം തദതിഥേഹേ. അതിഥിയുടെ ആ കുണ്ടലങ്ങൾ നരകാസുരൻ പോയി അപഹരിച്ചിരിക്കുന്നു. അതിന് ധാതും പ്രയാതോദിവം, അത് കൊടുക്കാൻ വേണ്ടി ഭഗവാൻ സ്വർഗത്തിലേക്ക് പോയി. ഭാമിയും കൂട്ടി ഗരുഡനിൽ കയറി തന്നെ പോയി. ശക്രാദ്യൈഹി, ദേവേന്ദ്രൻ മുതലായവർ വന്നു. മഹിത സമം ദൈതയ ദ്യുസ്ത്രീഷു ദത്തഹ്രിയ. സത്യഭാമയോടുകൂടി ഭഗവാനെ സ്വീകരിച്ചു. ശചീദേവി ദേവേന്ദ്രൻ്റെ ഭാര്യ, എല്ലാവരും കൂടി വന്ന് സ്വീകരിച്ചു. അതിഥിദേവിയെ കണ്ടു, നമസ്കരിച്ചു. അതിഥിദേവിയുടെ കുണ്ടലങ്ങൾ കൃഷ്ണൻ തന്നെ നൽകി. കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് അവിടുന്ന് പുറപ്പെടുകയാണ്. ഹൃത്വാ കൽപ്പതരും, എപ്പോൾ ഗരുഡനിൽ കയറി സത്യഭാമ കൽപ്പവൃക്ഷം കണ്ടു, അതൊന്ന് കിട്ടിയാൽ വേണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗരുഡനിൽ തന്നെ വന്ന് അതിനെ പിഴുതെടുക്കുകയാണ്. ഹൃത്വാ കൽപ്പതരും, പാറാവുകാരുടനെ ഇന്ദ്രനെ അറിയിച്ചു. ഇന്ദ്രൻ യുദ്ധത്തിനായിട്ട് വന്നു. രുഷാഭിപതിതം, എന്തൊന്നില്ലാത്ത രോഷത്തോടി വന്ന ജിത്വേന്ദ്രം, ആ ഇന്ദ്രനെ ജയിച്ചിട്ട്. അഭ്യാഗമഃ, ദ്വാരയിലേക്ക് തിരിച്ചു. എന്തിനാണ് ഇങ്ങനെയൊരു കഥ എന്ന് ചോദിച്ചാൽ, തത്തു ശ്രീമതദോഷൈദൃശൈതി, ധനം അധികമുണ്ടായാൽ ഇങ്ങനെ അഹങ്കാരം വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇന്ദ്രനിപ്പോൾ സകല ലോകങ്ങളുടെയും നാഥനായിട്ടാണ് ഇരിക്കുന്നത്. ശ്രീമതദോഷം, അതുകൊണ്ടാണ് നരകാസുരനെ ഇപ്പോൾ കൊന്നത് കൃഷ്ണനാണ്. കൃഷ്ണനാണ് വിഷ്ണുവായിട്ട് ഇന്ദ്രനെ ആ പദവിയിലിരുത്തിയത് ഒക്കെ മറന്നു. എന്താ മറക്കാൻ കാരണം? ശ്രീമതദോഷം, ഐശ്വര്യം വർദ്ധിച്ചതുകൊണ്ടാണ്. അങ്ങനെ ഐശ്വര്യം വർദ്ധിച്ചാൽ ഈ വിധത്തിലുള്ളതായ ദോഷങ്ങൾ വരും. സഹായിച്ചവരെ തന്നെ നമ്മൾ ഉപദ്രവിക്കും. അതാണ് ഇത് വ്യാഖ്യാതുമേവാകൃതാഹ. അത് എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിധത്തിൽ ഭഗവാൻ ആ പാരിജാതം പിടിതെടുത്തത്. ഐശ്വര്യമതത്തിൻ്റെ ദോഷം, ധനമധികമായാൽ അത് ദോഷത്തിന് കാരണമായിത്തീരുന്നു. ദേവന്മാർക്ക് പോലും, ദേവന്മാരെ സത്വഗുണപ്രധാനികൾ എന്നാണ് വെച്ചിരിക്കുന്നത്, അവർക്ക് പോലും തമോ ഗുണം വരുന്നു. തമോ ഗുണം വരുമ്പോഴാണ് മറ്റുള്ളവരുമായി യുദ്ധത്തിന് പോകുന്നത്. തങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൃതജ്ഞതയ്ക്ക് പകരം കൃതജ്ഞതയാണ്. അവരോട് യാതൊരു നന്ദിയുമില്ലാതെ കണ്ട് യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടി വ്യാഖ്യാതും, അത് വ്യാഖ്യാനിച്ചതാണ് ഭഗവാൻ ഈ വിധത്തിൽ പാരിജാത പുഷ്പത്തിനെ, പാരിജാത വൃക്ഷത്തിനെ അപഹരിച്ചത് എന്നർത്ഥം. ഹൃത്വാ കൽപ്പതരും രുഷാ അഭിപതിതം ജിത്വാ ഇന്ദ്രം അഭ്യാഗമഃ തത്തു ശ്രീമതദോഷഃ ഈദൃശഃ ഇതി വ്യാഖ്യാതുമേവാകൃതാഃ. നമുക്കുള്ള പാഠം, ഒരിക്കലും നമ്മൾ ധനം മൂലം അഹങ്കരിക്കരുത്. എല്ലാ ഐശ്വര്യങ്ങളും, ധനം മാത്രമല്ല, ധനം, യൗവനം, സൗന്ദര്യം, വിദ്യ, ആഭിജാത്യം,
ഒന്നുകൊണ്ടും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇതുകൊണ്ട് എല്ലാം ഭഗവാൻ നമുക്ക് ദാനമായിട്ട് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ചെയ്യാൻ സാധിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. ഒരിക്കലും ഇതുപോലെ ശ്രീമത ദോഷമുണ്ടാവരുത് എന്ന് ഭഗവാൻ ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഗരുഡനിൽ കയറി ദ്വാരകയിലെത്തി. 10-ാം ശ്ലോകം. കൽപദ്രും വന്ന ഉടനെ ആ കൽപ്പവൃക്ഷത്തിന്, കൽപ്പകം പാലിച്ച അതെല്ലാം ഒന്ന് തന്നെയാണ്, 5 പേര് പറയും, അത്രയേ ഉള്ളൂ. ആ കൽപ്പവൃക്ഷത്തിനെ സത്യഭാമാഭവനഭുവി സൃജൻ, സത്യഭാമയുടെ വീട്ടിൽ അതിനെ സൃജൻ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് അവിടെ നട്ടു. അപ്പോഴേക്ക് ഈ 16,000 രാജകുമാരിമാരും വന്നിരിക്കുന്നു. അവർക്ക് നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഉള്ളതായ വീടുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ദ്വ്യഷ്ടസാഹസ്രയോഷാഹ 2 8 16 16 സഹസ്രം 16,000 16,000 സ്ത്രീകളെ സ്വീകൃത്യ ഭഗവാൻ സ്വീകരിക്കുകയാണ്. ഒരേ സമയത്ത് ഒരേ മുഹൂർത്തത്തിൽ താൻ 16,000 രൂപങ്ങളെടുത്ത് അവരെ എല്ലാവരെയും വിവാഹം ചെയ്യുന്നു. പ്രത്യേകാരം ഓരോ വീട്ടിലും വിഹിത ബഹുവബഹു അനേകം രൂപങ്ങളെടുത്ത് ലാളയൻ ഓരോ ഭാര്യയും ലാളിച്ചുകൊണ്ട് ഇരിക്കുന്ന വിവരം നാരദൻ അറിഞ്ഞു. ഇതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് നാരദൻ വന്നു, ദ്വാരകയിൽ വന്നു. ആശ്ചര്യാ നാരദ ആലോകിത. നാരദന് എങ്ങനെയാണ് 16,008 ഭാര്യമാരുണ്ട്. ഈ 16,008 ഭാര്യമാരെയും വീട്ടിലും എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത് എന്നറിയണം എന്ന് പറഞ്ഞ് ഓരോ വീട്ടിലേക്കും പോവുകയാണ് നാരദൻ. നാരദ ആലോകിത വിവിധഗതി. ഓരോ വീട്ടിലും ഓരോ വിധത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആദ്യത്തെ വീട്ടിൽ കയറിയതായ സമയത്ത് അവർ വന്ന് ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് രുക്മിണിയാണെന്ന് എടുക്കാം. എന്തായാലും അവർ വന്ന് നമസ്കരിച്ചു. ഭഗവാന്റെ പാദം കഴുകി. ദേവർഷിയായ നാരദൻ്റെ പാദം കഴുകി കൃഷ്ണനും രുക്മിണിയും കൂടി. അദ്ദേഹത്തിന് കഴിക്കാനുള്ളതായ ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു. എന്താണാവോ വന്നത്, ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. പ്രത്യേകിച്ചൊരു കാര്യമായിട്ട് വന്നതല്ല. ആശ്ചര്യ, എങ്ങനെ ഭഗവാൻ 16,008 ഭാര്യമാരെ ലാളിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്നെനിക്കറിയണം. ആലോകിത വിവിധഗതി, ഓരോ വീട്ടിലും ഓരോ വിധത്തിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ വീട്ടിലേക്ക് പോയി. അവിടെ ഭഗവാൻ ഉദ്ധവൻ്റെ കൂടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് ചാടി എണീച്ച് നാരദനെ സ്വീകരിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്ന് ചോദിച്ചു. ഇതാ വരണം കേട്ടോ. അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഓരോ ഗൃഹത്തിലും കയറി. അടുത്ത ഗൃഹത്തിൽ പോയപ്പോൾ അവിടെ കുട്ടികളെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നു, ലാളിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു വീട്ടിൽ പോയപ്പോൾ കുളിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വേറൊരു വീട്ടിൽ യാഗം ചെയ്യുന്നു, അഗ്നിഹോത്രം കഴിക്കുന്നു. വേറൊരു വീട്ടിൽ ദേവന്മാരെ പഞ്ചമഹായജ്ഞം കൊണ്ട് പൂജിക്കുന്നു.
വേറൊരു വീട്ടിൽ ബ്രാഹ്മണർക്ക് ഭോജനം വിളമ്പിക്കൊടുക്കണു. വേറൊരു വീട്ടിൽ സന്ധ്യാവന്ദനം, ഉച്ചയ്ക്കുള്ളതായ വന്ദനമുണ്ടല്ലോ, മധ്യാഹ്ന സന്ധ്യ, ആ വന്ദനം ചെയ്തുകൊണ്ടിരിക്കണു. ത്രംബക മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണു. വേറൊരു വീട്ടിൽ അവിടെ കളരിയിൽ ഖഡ്ഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണു. വേറൊരു സ്ഥലത്ത് കുതിരപ്പുറത്ത് കയറി സഞ്ചരിച്ചിരിക്കണു. വേറൊരു സ്ഥലത്ത് ആനപ്പുറത്ത്, വേറൊരു വീട്ടിൽ രഥത്തിൽ, വേറെ വീട്ടിൽ കട്ടിൽ കിടന്ന് വിശ്രമിക്കുന്നു. ഓരോ സ്ഥലത്തു നിന്നും കൃഷ്ണൻ ഓടി ചാടി ഇറങ്ങി നാരദനെ സ്വീകരിക്കും. എന്താ വന്നത്? ഇതാ വരുന്നു. വേറൊരു വീട്ടിൽ കൃഷ്ണനെ സ്തുതിപാഠകന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊരു വീട്ടിൽ ഉദ്ധവനോട് രാജ്യകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണു. വേറൊരു വീട്ടിൽ ജലക്രീഡ ചെയ്യുന്നു. വേറൊരു വീട്ടിൽ ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരു വീട്ടിൽ ഇതിഹാസ പുരാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വേറൊരു വീട്ടിൽ ധർമ്മകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണു. വേറൊരു വീട്ടിൽ അർത്ഥകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണു. വേറൊരു വീട്ടിൽ പോയപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊരു വീട്ടിൽ ആചാര്യന്മാരെ വന്ദിച്ച് അവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വേറൊരു വീട്ടിൽ ബലരാമനോട് ലോകക്ഷേമത്തെക്കുറിച്ച് ചോദിക്കുന്നു. വേറൊരു വീട്ടിൽ പുത്രന്മാരുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു. വേറെ വീട്ടിൽ പുത്രികളുടെ വിവാഹത്തെക്കുറിച്ച്, വേറെ വീട്ടിൽ പുത്രിയെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരുന്നതിനെക്കുറിച്ച്. എന്തിനു പറയുന്നു? ഏത് വീട്ടിൽ പോയാലും ഓരോ കർമ്മത്തിൽ വ്യാപൃതനായിരിക്കണു. അവിടുന്ന് ഓടി വന്ന് ദേവക്ഷിയായ നാരദൻ്റെ കാൽക്കൽ നമസ്കരിക്കും. കാല് കഴിച്ച് അദ്ദേഹത്തിനെ പൂജിച്ച് അദ്ദേഹത്തിന് കഴിക്കാൻ ആഹാരം കൊടുത്ത് ഇരിക്കും. അതാണ് ആശ്ചര്യാ നാരദ ആലോകിത വിവിധഗതി. പലതരത്തിലുള്ളതായ കർമ്മങ്ങൾ. ഇതാണ് നമുക്കുള്ള പാഠമാണ്. നമ്മളെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നിയതം ഗുരുകർമ്മത്വം ഗീത പറയുന്നു. എപ്പോഴും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. കർമ്മജ്യായോ ഹി അകർമ്മണ. കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കർമ്മം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? നമ്മൾ ജനിച്ച് ഇനി എല്ലാവരും ഇവിടുന്ന് പോകണം. ആ പോകുന്ന സമയം വരെയുള്ള ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം നന്നാവാനും കർമ്മം വേണം. അതുകൊണ്ട് സദാ കർമ്മം ചെയ്യൂ എന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ. 16,008 ഭാര്യമാരുടെ വീട്ടിലും നാരദൻ കയറി. ഒടുവിൽ രുക്മിണിയുടെ വീടെന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. അവിടെ തിരിച്ചു വന്ന് നോക്കി. അവിടെ എന്താ ദേവർഷേ, എന്താ പറയണത്? തൃപ്തിയായോ അങ്ങേക്ക്? അങ്ങ് എന്തിനാ വന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. നാരദൻ പറഞ്ഞു, അങ്ങയുടെ പാദസേവകനായതുകൊണ്ട് അങ്ങയുടെ മായ എന്നെ ബാധിച്ചില്ല. പക്ഷേ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അതാണ് തത്രാഭിഗേഹേ. ഓരോ ഗൃഹത്തിലും ഓരോ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ഭൂയ സർവാസു കുർവൻ ദശതനയാൻ. ഓരോ ഭാര്യയ്ക്കും 10 മക്കളെ നൽകി, ആൺകുട്ടികളെ നൽകി. അപ്പോഴാണ് രുക്മിണി പറഞ്ഞത്, എനിക്കൊരു പെൺകുട്ടി വേണം. അങ്ങനെ രുക്മിണിക്ക് ഒരു പെൺകുട്ടിയെ കൊടുത്തു. എല്ലാവർക്കും ഓരോ പെൺകുട്ടിയെ കൊടുത്തു. അതിവിടെ പറഞ്ഞിട്ടില്ല, അത് ഭാഗവതം പറയണം. 10 പുത്രന്മാരെയും ഓരോ പുത്രിയെയും എല്ലാവർക്കും കൊടുത്തു.
ഭൂയസർവാസു കുർവൻ ദശ ദശ തനയാൻ. അങ്ങനെ വിചിത്രമായ വിധത്തിൽ ഈ ലോകത്തിനെ കൊണ്ട് നടത്തുന്ന കാര്യം നാരദൻ കണ്ടു. നാരദൻ്റെ ആശ്ചര്യം, ആ ആശ്ചര്യം ഭഗവാനോട് പറഞ്ഞു. അതിൽ ആശ്ചര്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് ദേവർഷിയായ നാരദന് മനസ്സിലായി. എന്തുകൊണ്ട്? എന്തും ചെയ്യാൻ ശക്തനായിട്ടുള്ള ആളാണ് ഭഗവാൻ. സർവവ്യാപിയായിട്ടുള്ള ഭഗവാനായതുകൊണ്ട് എവിടെയും എപ്പോഴും എത്തിച്ചേരാൻ സാധിക്കും. ഏത് രൂപമാണെങ്കിലും സ്വീകരിക്കാൻ സാധിക്കും. എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. സർവജ്ഞനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നു, എല്ലാം വേണ്ട വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സദാ ധ്യാനനിരതനായി പ്രപഞ്ചം ഏത് വിധത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് ഭഗവാൻ ഈ ഇല്ലാത്ത പ്രപഞ്ചത്തിനെ കാണിച്ച് നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്. പല കഥകൾ ഇവിടെ പറഞ്ഞു. ഇതെല്ലാം വിവർത്തമാണ്. ഉള്ളത് ഭഗവാൻ മാത്രമാണ്. ഉപനിഷത്ത് എടുത്തു പറയുന്നു, സർവം ഖലിതം ബ്രഹ്മ, ഇതം സർവം ബ്രഹ്മ ഖലു. ഈ കാണുന്ന ബ്രഹ്മാണ്ടം ഒന്നല്ല, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് തോന്നലാണ്. എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? തൻ്റെ മായ കൊണ്ട്, ബ്രഹ്മപ്രകൃതിയെ കൊണ്ട് ആ വിധത്തിൽ സൃഷ്ടിച്ച് നമ്മളിലേക്കാകുന്നു. ആരാണോ ആ ഭഗവത് സ്മരണ നിരന്തരം നിലനിർത്തുന്നത് അവർക്ക് ആ മായയെ തള്ളിമാറ്റി ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ ജീവാത്മാവും തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായ ആ പരമാത്മാവുമായി ലയിക്കാൻ വേണ്ടി പ്രയത്നിക്കണം എന്നുള്ള തത്വമാണ് എല്ലാ കഥകളിലും നമ്മൾ കാണുന്നത്. ഈ തത്വം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു കിട്ടാൻ ആ ഭഗവാനിലുള്ളതായ ഭക്തി വർദ്ധിക്കട്ടെ, അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു.